വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ തമിഴിൽ കണ്ടപ്പോൾ തന്നെ ദുബായ് പെട്ടി അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ റെൻറ്റ് ഹൗസിലാണ്. അതാണ് എൻ്റെ കോലം. ഇങ്ങനെ നമ്മൾ സാധനങ്ങളൊന്നും ഇതുവരെ ഷിഫ്റ്റ് ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക് ഒന്നും ഇല്ല. അതാണ് ഈ ഒരു കോലത്തിൽ നിൽക്കുന്നത്. അപ്പോൾ എന്താ പറയുക അപ്പോൾ ഈ വീടിൻ്റെ ഹോം ടൂറൊക്കെ കാണിക്കണമെങ്കിൽ കാണിക്കാം. പക്ഷെ നമ്മുടെ സ്വന്തം വീടൊന്നുമില്ലല്ലോ, എങ്കിലും ഞാൻ കാണിക്കാം, പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് നേരെ നമ്മുടെ പെട്ടി അൺബോക്സ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ ഒന്നുമില്ല, സ്റ്റാൻഡില്ല, കസാരയില്ല, മേശയില്ല, ഒന്നുമില്ല. കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളൊന്നും ഷിഫ്റ്റ് ചെയ്യാത്ത കാരണം സാധനങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അത് കൊണ്ടൊരു തലോണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എടുക്കാനുള്ള സ്റ്റാൻഡ്. ഞാൻ പെട്ടി അൺബോക്സ് ചെയ്യണ വീഡിയോ സാധനങ്ങളൊക്കെ കൊടുന്ന് മെല്ലെ സമാധാനത്തിൽ എടുക്കാമെന്ന് വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ റെൻറ്റ് ഹൗസിൽ ഫ്രിഡ്ജൊന്നും മേടിക്കണില്ല ഒന്നാമത്തെ കാര്യം. അപ്പോൾ അതൊന്നും ഇല്ലാത്ത കാരണം മിഠായികളൊക്കെ പെട്ടെന്ന് മെൽറ്റായി പോകുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇതൊക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ ഈ മെൽറ്റായ മിഠായി കൊടുക്കുമ്പോൾ അവർ നാശമായതാണെന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ നമുക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ രാത്രിയാണ് കുക്കുവിൻ്റെ അച്ഛൻ വന്നത്. ഇന്നലെ തന്നെ തുറന്നു. കാരണം കുക്കുവിന് ഒരു വാച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാച്ച് കിട്ടാതെ പുള്ളിക്കാരൻ രാത്രി ഉറങ്ങില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ശല്യമായിരുന്നു. അപ്പോൾ പെട്ടി പൊട്ടിച്ച് വാച്ച് എടുക്കണ കണ്ടപ്പോൾ ഇതിൽ മിഠായികൾ കണ്ടപ്പോൾ പുള്ളിക്കാരൻ മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് ആ മിഠായി കൂടി എടുത്ത് തിന്നു. അപ്പോൾ ആക്ച്വലി ഇതിനകത്ത് എന്താ ഉള്ളത് എന്നുള്ളതൊക്കെ എനിക്കറിയാം. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ദുബായ് പെട്ടി അൺബോക്സ് ചെയ്യുന്ന വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പെട്ടിക്കാർക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം മിക്ക സാധനങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പ്രവാസികളുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. നല്ല സാലറി നമുക്ക് കുഴപ്പമില്ല, പക്ഷേ എങ്കിലും ഒരു സാധാരണക്കാരൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് കുറേ കടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ പോരുന്ന നേരത്തെ കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരാനുള്ള ഫണ്ടൊന്നും ഇല്ല സത്യത്തിൽ. പെട്ടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് കാണാം. ഇതേ ഫസ്റ്റത്തെ ഈ ഒരു ബാഗാണ് ഉണ്ടാവും. ഇത് ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞതാണ്. ഇത് നമ്മുടെ നാട്ടിൽ ഇത് ഞാൻ നെസ്റ്റോയിൽ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു സെയിം ബാഗ്. അപ്പോൾ ഞാൻ ഇങ്ങനെ തൂക്കാറില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ തൂക്കാറില്ല, സ്ലിംഗ് ബാഗാണ് തൂക്കാറ്. ഇതിനകത്ത് വള്ളിയുണ്ട്. അപ്പോൾ ഈ ഒരു ബാഗാണ് ഫസ്റ്റ് കൊണ്ടുപോകുന്നുള്ളത്. രണ്ടാമത് ഈ ഒരു ബാഗ്, ഈ ഒരു കുഞ്ഞ ബാഗ്, ഇത് അനിയത്തിയുടെ ഉണ്ണി അംഗൻവാടി കൊണ്ടുപോകും. അപ്പോൾ കഴിഞ്ഞ തവണ അനിയത്തിയുടെ ഉണ്ണിക്ക് കാറാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരന് കാർ ഓടിക്കാൻ വണ്ടികളോടൊന്നും താല്പര്യമില്ല, കുക്കുവിൻ്റെ പോലെ അല്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങനെ കളിപ്പാട്ടം മേടിക്കണ്ട, എന്തെങ്കിലും യൂസ്ഫുള്ളായത് മേടിച്ചോ, വാങ്ങുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യൂസ്ഫുള്ളായത് മേടിച്ചോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്ന് വെച്ചാൽ ബാഗ് ആക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ബാഗ്, നല്ല രസമുണ്ട്, ഭയങ്കര രസമുണ്ടാണ്. അപ്പോൾ ഈ ഒരു ബാഗ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ച ഒരു ചോപ്പർ അവിടെ ഇരിക്കുന്നുണ്ട്, പഴയ വീട്ടിൽ. അപ്പോൾ ഇത് ഇവിടേക്ക് വേണ്ടിയിട്ട് ഒരു ചോപ്പർ ആൾ മേടിച്ചതാണ്. പിന്നെ ഒരു പെട്ടി പെൻസില്, ഇറേസർ, ഷാർപ്പനർ, അണ്ടിപ്പരിപ്പ്, മിഠായികൾ. ഈ മിഠായി പൊട്ടിച്ചിട്ട് നോക്കിയിട്ടാണ് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈത്തപ്പഴല്ലേ, ഈത്തപ്പഴത്തിൻ്റെ പുറത്ത് ബൂസ്റ്റിൻ്റെ പൊടിയാണ്. എനിക്ക് ഇഷ്ടമായില്ല. പിസ്ത, കുനാഫ, ഡേറ്റ്സിൻ്റെ എന്തോ ഒരു മിഠായി പൊട്ടിച്ചിട്ടില്ല. പിന്നെ ഇതും നേരത്തെ കണ്ട എനിക്കിഷ്ടമില്ലാത്ത മിഠായി. പിന്നെ ഇത് പുതിയ വീട്ടിൽ വന്നപ്പോൾ ഒരു പ്ലക്കർ. പിന്നെ ഇത് പാൽപ്പൊടി ഇത്ര വലുത് വാങ്ങാൻ പറഞ്ഞു. പാൽപ്പൊടി അമ്മ മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞിരുന്നു, പറ്റുകയാണെങ്കിൽ ഒരു പാക്കറ്റ് പാൽപ്പൊടി വാങ്ങിക്കുന്നു. ഇനി ഇത്ര വലുത് വാങ്ങുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, വലിപ്പമുണ്ടെന്ന് വേണ്ട. അതിന് എൻ്റെ വീട്ടിലാരും പാൽ കുടിക്കില്ല ഒന്നാമത്തെ കാര്യം. ഇത് പണിക്കാരൊക്കെ വരുമ്പോൾ ചായ ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്. അതിന് ഇത്രയും വലിയൊരു പാൽപ്പൊടി ഇങ്ങനെ വാങ്ങിക്കൊണ്ടു. യുക്കാലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള സ്മെല്ല്, അഡിക്റ്റായിപ്പോൾ. വേറെ ഒന്നുമില്ല നമ്മുടെ പെട്ടിയിൽ. കുറച്ച് മിഠായി, പിന്നെ എന്താ പറയുക, 2 ബാഗ്, അതൊക്കെ തന്നെ. അതായത് നമ്മൾ ഇത്രയും നാൾ പണിയെടുത്തിട്ട് പോകുന്ന സമയത്ത് കുറച്ച് പൈസ ചിലവാക്കി കൊണ്ടുവരികയാണെങ്കിൽ അന്നേരം നമുക്ക് നാട്ടിൽ തന്നെ നിന്നാൽ പോരെ. അതാണ് എൻ്റെ ഒരു സമാധാനം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് അത്ര സാലറി അങ്ങനെ ഇല്ല, നല്ലൊരു ഏണിങ്സ് എന്ന് പറയാനായിട്ട് ഇല്ല. ഉണ്ടെങ്കിൽ കൂടി ഞങ്ങൾക്ക് കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടാനായിട്ട് കുറച്ച് പൈസ മുൻകൂട്ടി ആളുടെ എന്താ പറയുക മുതലാളിയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ സാലറിയുടെ പകുതി എല്ലാ മാസവും കട്ടി. അപ്പോൾ അതുകൊണ്ട് അധികം നല്ലൊരു സാലറി ഇല്ല. ഇപ്പോൾ കടങ്ങളൊക്കെ ഏകദേശം ഒതുങ്ങി. ഇനി കടങ്ങൾ വേറെ ഇരിക്കുന്നത്, കാരണം നമ്മളിപ്പോൾ റെൻറ്റ് ഹൗസിലൊക്കെ അല്ലേ, ഈശ്വര അങ്ങനെ ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദുബായ് പെട്ടി അൺബോക്സിങ് വീഡിയോ. വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. എന്തോ ഒരു സൗണ്ട്
അപ്പോൾ എന്താ പറയുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതായത് ചാനൽ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്താ പറയുക, അതുപോലെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നുമില്ല. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.